ഹലോ, ലെന്നയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ വർഷം ബിടെക്കിന് ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, കോളേജിൽ ക്ലാസ് തുടങ്ങുമ്പോൾ നമ്മൾ കോളേജിലേക്ക് പോകാൻ എന്തൊക്കെ പ്രിപ്പറേഷൻസ് വേണം എന്നാണ് പറയാൻ പോകുന്നത്. അതിൽ മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ പേര് മെസ്സേജ് അയക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കണോ, നോട്ട്സ് എങ്ങനത്തെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്, ലാപ്പ് വേണോ, കാൽക്കുലേറ്റർ എങ്ങനെ, അങ്ങനെയൊക്കെ കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ അഡ്മിഷന്റെ ഒരു സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞ് അതിന്റെ ഒരുവിധം കോളേജിലൊക്കെ എല്ലാവരും അഡ്മിഷൻ ഒക്കെ എടുത്തിട്ടുണ്ടാവും. ഇനിയുള്ള അലോട്ട്മെന്റ്സിൽ കുറച്ച് പേർക്കും കൂടെ ഒക്കെ ചിലപ്പോൾ വേറെ കോളേജസ് കിട്ടിയൊക്കെ അഡ്മിഷൻ എടുക്കാൻ വെയിറ്റ് ചെയ്യുന്നവരുണ്ടാവും. എനിവേ എന്തായാലും നമുക്ക് അധികം വൈകാതെ നമുക്ക് കോളേജസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. സോ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് ടെക്സ്റ്റ് ബുക്കിന്റെയും നോട്ട് ബുക്കിന്റെയും കാര്യങ്ങളാണ് കുറെ പേര് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ആദ്യം അറിഞ്ഞിരിക്കുക, നമ്മളിപ്പോ +2 വരെയുള്ള ഒരു കേസ് അല്ല നമുക്ക് ഇത് കഴിഞ്ഞിട്ട്, അതായത് +2 കഴിഞ്ഞ് നമ്മളൊരു കോളേജിൽ എത്തുമ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യങ്ങൾ വരുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ +2 വരെ നമുക്ക് ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക്, ഒരു സബ്ജക്റ്റിന് ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ച് നമ്മൾ പഠിക്കുക, ആ രീതിയായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ചിലപ്പോൾ ഒരൊറ്റ ബുക്ക് വെച്ചിട്ടായിരിക്കില്ല നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മുടെ സിലബസിന്റെ ഒപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കുകളുടെ പേരും അതേപോലെ റെഫറൻസ് ബുക്കുകളുടെ പേരും ഉണ്ടാവും. അപ്പോൾ എപ്പോഴും എല്ലാവരും ഈ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം സ്വന്തമായിട്ട് ബുക്ക് വാങ്ങിച്ചിട്ടല്ല പഠിക്കുന്നുണ്ടാവുക. നമുക്ക് കോളേജിൽ ലൈബ്രറി ഫെസിലിറ്റി ഉണ്ടാവും, അവിടുന്ന് നമുക്ക് ബുക്സ് എടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പഠിക്കുന്നവരുണ്ട്. പിന്നെ ഫസ്റ്റ് ഇയറിൽ മാത്രം ടെക്സ്റ്റ് ബുക്കുകൾ സ്വന്തമായിട്ട് വാങ്ങിച്ചു പഠിക്കുന്നവരുണ്ട്. പിന്നെ ചില കോളേജസിൽ അവർ നിർബന്ധമായിട്ടും ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കണം എന്ന് പറയും. അപ്പൊ അതൊക്കെ നമ്മൾ കോളേജിൽ പോയതിനു ശേഷം അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ടും വാങ്ങിക്കണം എന്ന് പറയുകയാണെങ്കിൽ അവർ സജസ്റ്റ് ചെയ്യുന്ന ബുക്ക് തന്നെ വാങ്ങിക്കാം. അല്ലാത്ത പക്ഷം നമ്മളിപ്പോ ഇതെല്ലാ ബുക്കും വാങ്ങിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. മാത്രമല്ല, നമ്മൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ എല്ലാ മോഡ്യൂൾസും, ഇപ്പൊ നമുക്കറിയാം ഒരു സബ്ജക്റ്റിൽ 4 മോഡ്യൂൾ കൂടെ നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ടാവില്ല. അപ്പൊ ഓരോ മോഡ്യൂളിന് വേണ്ടി നമുക്ക് ഓരോ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാനും പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് നോക്കിയിട്ട് നമ്മൾ കോളേജിൽ പോയി നമ്മുടെ ഫാക്കൽറ്റീസ് കൃത്യമായി ഏതെങ്കിലും ബുക്സ് സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ലൈബ്രറിയിൽ നിന്ന് ബുക്സ് എടുത്തിട്ട് റെഫർ ചെയ്ത് പഠിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. ഇപ്പൊ +2 വരെ നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചു, അത് വെച്ച് പഠിക്കാം, ആ ഒരു രീതി ആയിരിക്കില്ല വരെ. പക്ഷെ എല്ലാ സബ്ജക്റ്റിന്റെയും കേസ് അതല്ല. ചില സബ്ജക്ട്സിനൊക്കെ നമുക്ക് ഒരു ടെക്സ്റ്റ് മാത്രം വെച്ചിട്ടൊക്കെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് കൃത്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ ഫാക്കൽറ്റീസിന്റെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കണ്ട. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സീനിയേഴ്സിനോട് ചോദിച്ചിട്ട് ടെക്സ്റ്റ് ബുക്സ് അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ നമുക്ക് വാങ്ങിച്ചാലും മതി. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിലബസ് ഒക്കെ മാറിയിട്ടുള്ളത് കൊണ്ട്, ഇനി ഈ വർഷം ചേരുന്നവർക്കൊക്കെ പുതിയ സിലബസ് ആയതുകൊണ്ട് ചിലപ്പോൾ എല്ലാ ടെക്സ്റ്റ് ബുക്സും സെയിം ആയിരിക്കണം എന്നില്ല. ഓക്കെ, അപ്പൊ അതെന്തായാലും ക്ലാസ് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ അത് വാങ്ങിച്ചാൽ മതി. പിന്നെ നോട്ട്ബുക്കിന്റെ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കോളേജസ് അവരുടെ തന്നെ കോളേജ് സ്റ്റോറിൽ നിന്ന് നോട്ട്ബുക്സ് പർച്ചേസ് ചെയ്യണമെന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, കോളേജിന്റെ എംബ്ലം ഒക്കെ വരുന്ന രീതിയിലുള്ള നോട്ട്ബുക്സ് പർച്ചേസ് ചെയ്യണമെന്ന്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് കോളേജിൽ പോയി, അല്ലെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ചോദിച്ചതിന് ശേഷം മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ നോട്ട്ബുക്സ് ആണ്, കോളേജ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞുള്ള നോട്ട്ബുക്സ് ആണ്, നമ്മൾ അൺറൂൾഡ് ബുക്സ് ആണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുക. കാരണം നമുക്ക് ഫിഗേഴ്സ് വരയ്ക്കാനും ഒക്കെ ഉള്ളത് കൊണ്ട് അൺറൂൾഡ് ബുക്സ്, വലിയ ബുക്സ് ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ റെക്കോർഡ് ബുക്സ്, അതാണ് റെക്കോർഡ്, അതുപോലെ തന്നെ ഫെയർ റെക്കോർഡ്. ഇതൊക്കെ നമ്മളെ കോളേജ് സ്റ്റോറിൽ തന്നെ നമുക്ക് അവൈലബിൾ ആവുന്നതാണ്. അതേപോലെ തന്നെ ഗ്രാഫ് പേപ്പേഴ്സ്, അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് മിക്കവാറും നിങ്ങൾക്ക് കോളേജ് സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആവുന്നത്. അതൊക്കെയാണ് പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കാൽക്കുലേറ്റർ, ദാറ്റ് ഈസ് സയന്റിഫിക് കാൽക്കുലേറ്റർ ആണ്. സയന്റിഫിക് കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരുടെയും കയ്യിൽ നിങ്ങൾക്ക് ഉണ്ടാവണം. അത് ഒരു ഷെയർ ചെയ്യുക, അത് യൂസ് ചെയ്യുക, അങ്ങനത്തെ ഒരു ശീലം ഇല്ലാതെ നമ്മുടെ സയന്റിഫിക് കാൽക്കുലേറ്റർ നമ്മൾ തന്നെ യൂസ് ചെയ്തിട്ട് എപ്പോഴും ശീലിക്കാം. ഇപ്പൊ സയന്റിഫിക് കാൽക്കുലേറ്റർ പർച്ചേസ് ചെയ്യുന്ന കാര്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് നമുക്ക് ഓരോരോ കമ്പനീസിന്, ഓരോ ബ്രാൻഡിൽ സയന്റിഫിക് കാൽക്കുലേറ്റേഴ്സ് അവൈലബിൾ ആണ്. അതിൽ തന്നെ ഡിഫറെന്റ് മോഡൽസും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഏതാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫാക്കൽറ്റീസ് സജസ്റ്റ് ചെയ്യും. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെയായിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
സജസ്റ്റ് ചെയ്യും ഇന്ന കാൽക്കുലേറ്റർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി അവര് പറഞ്ഞു തരുന്ന ഓരോന്നിലും യൂസ് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഓരോ മോഡൽസിലും. അപ്പൊ ഒരു പക്ഷേ നിങ്ങളുടെ ഫാക്കൽറ്റീസ് ഇപ്പൊ ഏതെങ്കിലും ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ ഇന്ന മോഡൽ വെച്ചിട്ടാണ് പറഞ്ഞു തരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളും സെയിം കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. കാരണം നമ്മൾ ഡിഫറെന്റ് ബ്രാൻഡിൽ നമ്മൾ പോകുമ്പോൾ അതിലത്തെ കീസും അതിന്റെ ഫങ്ഷൻസും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഏത് പർച്ചേസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു കേസ് ഉള്ളത് കൊണ്ട് നമ്മൾ നേരത്തെ കൂട്ടി പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ കോളേജിൽ തന്നെ പഠിക്കുന്ന നിങ്ങൾക്ക് സീനിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ യൂസ് ചെയ്തത് വെച്ച് നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. സോ അതാണ് അതിന്റെ കേസ് വരുന്നത്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു വീഡിയോ സീരീസ് ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. കാരണം സയന്റിഫിക് കാൽക്കുലേറ്റർ ചുമ്മാ വാങ്ങി വെച്ചുകൊണ്ട് കാര്യമില്ല. അതില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പൊ മാത്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. നമ്പർ കൺവേർഷൻസ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ മെട്രിക്സ് ഡിറ്റർമിനന്റ് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഈ സയന്റിഫിക് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാനായിട്ട് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അത് യൂണിറ്റ് കൺവേർഷൻസ്, അങ്ങനെയൊക്കെ സയന്റിഫിക് കോൺസ്റ്റൻസിന്റെ വാല്യൂ, ഇതൊക്കെ നമ്മൾ ഈ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കണം. അത് വൺസ് നമ്മൾ ഇതൊക്കെ പർച്ചേസ് ചെയ്തതിനു ശേഷം. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു കേസാണ് നമ്മളുടെ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ ലാപ്ടോപ്പിന്റെ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ലാപ്ടോപ്പിന്റെ ഒരു ലാപ്ടോപ്പ് മസ്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് എപ്പോഴും ആവശ്യം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഇപ്പൊ സെമിനാർ പ്രസന്റേഷൻ, പേപ്പർ പ്രസന്റേഷൻസ്, പ്രോജക്റ്റ് അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു ലാപ്ടോപ്പിന്റെ ആവശ്യം വരുന്നത്. എനിവേ ഫസ്റ്റ് സെമും സെക്കൻഡ് സെമും ഒക്കെ കഴിയാറാവുമ്പോൾ സെക്കൻഡ് ഇയർ മുതൽക്ക് എന്തായാലും നമുക്ക് അതിന്റെ ആവശ്യം വരും. അപ്പൊ ആ സമയത്ത് പർച്ചേസ് ചെയ്താലും മതി, അല്ല ഇപ്പൊ തന്നെ വാങ്ങിക്കണം എന്നുള്ളവർക്ക് അത് വാങ്ങിക്കാം. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും നമുക്ക് പേപ്പേഴ്സും അതുപോലെ തന്നെ നമ്മുടെ അസൈൻമെന്റ്സും ഒക്കെ വെക്കാനുള്ള ഫയൽസ് നമ്മൾ വാങ്ങിച്ചിട്ട് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കും നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്ത് എങ്ങനെയൊക്കെ പഠിച്ചു തുടങ്ങണം, എങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രിപ്പറേഷനുള്ള അടുത്തൊരു വീഡിയോയിൽ പറയാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.